എല്ലാവർക്കും RJ ബസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വർക്കല പാവനാശത്ത് എത്തിയതാണ്. വർക്കല ഇന്ന് ഭയങ്കര വിശേഷമുള്ള ദിവസമാണ്. കർക്കിടക വാവായിട്ട് ജനപ്രളയമാണ്. ഞാനും ആദ്യമായിട്ടാണ് പകൽ വരുന്നത്. സാധാരണ നമ്മൾ തിരക്കൊഴിയുമ്പം ബസ് തിരക്കൊഴിയുമ്പോൾ വൈകുന്നേരങ്ങളിലാണ് വരുന്നത്, സന്ധ്യയ്ക്ക് വരുന്നത്. ഇന്ന് രാവിലെ നമ്മൾ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൂടെ രാവിലെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട്. മഴയുണ്ടായിരുന്നു, നല്ല മഴ ഉണ്ടായിരുന്നു. മഴയൊക്കെ നനഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പുതിയ ക്യാമറയിലാണ് വീഡിയോ എടുക്കാൻ വന്നത്. ഇവിടുത്തെ തിരക്കുകളൊന്ന് കാണാം. ഓക്കെ, എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം. സന്തോഷമില്ലല്ലോ ബസ്സേ? ഹാപ്പിയായിട്ട് പറ. ബസ് നടന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനി ഒരു 2 കിലോമീറ്റർ നടന്നാലേ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തുള്ളൂ. അപ്പം വീഡിയോ കാണാം. ബൈ. ഇനി വരില്ലേ? ഇതോട് നിർത്തി. നടന്ന് പണ്ടടങ്ങിയത്. അത് തിരക്കുണ്ട്, നടക്കുന്ന ക്ഷീണം അറിയുന്നില്ല. നമ്മൾ വീട്ടിലേക്ക് പോകാം. നമ്മൾ വർക്കല പാവനാശത്ത് കർക്കിടക വാവായിട്ട് എത്തിയിരിക്കുകയാണ്. കേട്ടോ വാസു? മഴ എന്ന് വെച്ചാൽ അനാര മഴ. വസുണ്ട് വസനമുണ്ട്. സമയം 6:30 മണി ആയുള്ള രാവിലെ. നല്ല തിരക്ക്, റോഡിൽ ഭയങ്കര തിരക്ക്. മഴ വേണ്ട. ഓടി 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 നടന്നു പോവാം. ഓക്കെ, ഇത് ഹെലിപ്പാഡിലോട്ട് പോകുന്ന വഴിയാണ്. എല്ലാവരും മഴയായിട്ട് ഇവിടെ കടത്തിണ്ണകളിലൊക്കെ കയറി നിൽക്കുകയാണല്ലോ. ബസ്സിൽ തണുക്കുന്നതാണോ? നനയല്ലടാ, നനയല്ലേ? മൊസ്താണ്ട ചെടിക്കുന്നുണ്ടോ? വേണ്ട മേളി. നമ്മുടെ നാട്ടിലിപ്പോൾ കാണാനുള്ള സാധനമാണ്. മഴ ഉറയ്ക്കുന്നില്ല ബസ്സുക്കുട്ടാ. എന്താ ഹെലിപ്പാഡിൻ്റെ തിരക്കൊക്കെയാണ്. ചെറുതറ അപ്പോൾ വലുതെട്. നല്ല അമ്പാണെങ്കിൽ വലുതെന്നേ. മനസ്സ് കാണിച്ചോ? നിങ്ങൾ വണ്ടി കൊണ്ട് ഇവിടെ പോകണം, ഇവിടം വരെ ഉള്ളു. എന്നാലും പോവാണ് വണ്ടി കൊണ്ട് എല്ലാ ആൾക്കാർ. അണ്ണോ നിങ്ങളോട് എത്തിയാ വരലുണ്ട്. നമ്മളെ ഹെലിപ്പാഡൊക്കെ തിരക്ക് കണ്ടോ? നല്ല അടിപൊളി തിരക്കാ. ലോസ് നോക്കിയേ, തോർത്ത് 50. നമ്മുടെ നാട്ടിൽ ബംഗാളികളാണല്ലോ എല്ലാ കച്ചവടവും. മരം മുറിക്കാൻ വരെ ബംഗാളിലാണ് അല്ലേ ബസ്? തോർത്ത് കച്ചവടം തുടങ്ങിയ അവർ. അമ്മച്ചി, പിച്ചാത്തി, വെട്ടുകത്തി, പഴംപൊരി, ചായ, പൊരിപ്പ്, പൂക്കൾ. അതിൽ മഴ തിരിഞ്ഞ് കണ്ടില്ലേ? ലൈവായിട്ട് മഴ ചെയ്യല്ലേ? ഇതെന്താ പ്രശ്നം? ഇവിടെ നമ്മളെ ഞെരുങ്ങി തുടങ്ങിയിട്ടുണ്ട് ബസ്. ടൈറ്റ് ആയണ്ട. ഇത് വിശക്കുന്നതാണക്ക്? വിശക്കുന്ന എപ്പം പറയുന്ന അപ്പം തിരിച്ചു പോയി നമ്മൾ. ബസ് നമ്മൾ ശബരിമല പോകുന്ന കണക്കായല്ലോ. നല്ല ഞെരുങ്ങിയല്ലോ ഇവിടെ. സൈഡോട്ട് പോട്ട്, രക്ഷപ്പെട്ട് പോട്ട്. ആ താഴെ പോവല്ലേ കുഴി എല്ലാ കോടിയും. അത് നോക്കി നോക്കി ഇറങ്ങാൻ. യോയോ ചായ, ഇതാണ് യോയോ ചായ. ബസ് നമ്മൾ വൈകുന്നേരം തിരിച്ചു പോറാ. അതേ നടക്കുള്ളൂ. തള്ളിക്കൂടണ കയറി പോവും. ജസ്റ്റ് സപ്പോർട്ട് കൊടുത്തേ. നമ്മൾ വെറുതെ നോക്കി കയറണം കേട്ടാ. നല്ല തിരക്ക്. മറിയില്ലേ? നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന വീഡിയോ. ബസ് സ്റ്റെപ്പാണ്, നോക്കി ഇറങ്ങണേ. സ്റ്റെപ്പുണ്ട്. തണുപ്പത്ത് കിടന്നുറങ്ങാതെ എല്ലാവരും കൂടെ ഇവിടെ ഒന്നും തള്ളുന്നല്ലേ. നമുക്കൊന്ന് കൂളി പോകാൻ നമ്മളൊന്നും വന്നു, അല്ലെങ്കിൽ വരില്ലായിരുന്നു. അല്ലേ ബസ്സേ? ആ പോട്ടെ രക്ഷപ്പെട്ടു എൻ്റെ പൊന്നളിയ.
ഓ തുറന്നിട്ടുണ്ട കായല്ലേ, കൂട്ടി തുറന്നിട്ടുണ്ട കായ. അയ്യോ സമാധാനം സമാധാനം. ക്ഷേത്രകുളത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഞാൻ രാത്രിയാണ് നമ്മൾ വരുന്നത് അല്ലേ അസു? അപ്പോൾ ആ തിരക്കൊന്നും കാണില്ല. ഇന്നിപ്പോൾ നല്ല തിരക്ക് കണ്ടോ? അപ്പോൾ ഈ തിരക്ക് ഒന്ന് കാണണം, നിങ്ങളതൊക്കെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചാണ് നമ്മളിവിടെ എത്തിയത്. വർക്കല നമ്മളെ ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്നുള്ള കുളത്തിൽ നിന്നും മഴവെള്ളവും എല്ലാം കൂടെയാണ് വരുന്നത് കേട്ടോ. മഴവെള്ളം ഓടവെള്ളം എല്ലാം ഉണ്ട്. നടന്നു ഒരു ഭാഗം കൈയെടുക്കുക. അച്ഛൻ്റെ വംശത്തിൽപ്പെട്ട് മരിച്ചുപോയ എല്ലാ ദുരിതങ്ങൾക്കും വിമോചനം നൽകണമേ സങ്കല്പിച്ച് നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ഓം ഭഗവതോ മഹാപാപാനി ജന്മാന്തര കൃതാനിത ദാരിദാരി വിനശന്തി പ്രദക്ഷിണം പദേ പദേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഈശ്വര എല്ലാവരും നടക്കണ്ട അടങ്ങ്. എതിർക്കൊക്കെ വേണ്ടി ബലിച്ചോറ് വെച്ചിട്ടുണ്ടോ? വേണ്ട ചോറൊക്കെ ഇട്ട് ബലിയിട്ട് വെച്ചിട്ട് ബലിയിട്ട് ചോറ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അവിടെ. വരും നമുക്ക് കണ്ട മണ്ഡപം കൂടെ ഒന്ന് കണ്ടിട്ട്, വലിയ മണ്ഡപം. ഒരു മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷേത്രകുളത്തിന് സമീപം പ്രവർത്തിക്കുന്ന അനൗൺസ്മെന്റ് ഓഫീസിൽ എത്തിച്ചേരുക. ഭാഗത്തു നിന്ന് വന്ന രാജീവിനെ തിരികെ ശ്രീ ബി ജോയി അവരുടെ ശ്രദ്ധിക്കുക. 6ാം ഭാഗത്തു നിന്ന് വന്ന് കൂടെ വന്ന് ഓമന് ക്ഷേത്രകുളത്തിന് സമീപം പ്രവർത്തിക്കുന്ന അനൗൺസ്മെന്റ് ഓഫീസിൽ കാത്തു നൽകുന്നു. ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രം, ദക്ഷിണകാശി. സൗജന്യ ചുക്കുകാപ്പിയാണ്, നമ്മൾ സിറ്റപ്പനാണ്. സിറ്റപ്പ് ഇന്നലെ ഇവിടെ ഉണ്ടല്ലേ? ഇന്നലെ ഇവിടെ ഉണ്ട്. സേവാഭാരതയുടെ സേവനം നടക്കുന്നല്ലേ? ആ എന്താ പിന്നെ കാണണ്ടേ നമ്മള്? കുടി ശാലം കൂടി എന്താ വെള്ളം കൊടുത്തേ
ഇതാണ് നമ്മളെ ചക്ര തീർത്ത കുളം മാസം. ഒരെണ്ണം അവിടെ കിടക്കുന്ന മാസം വെള്ളത്തിൽ അണ്ണ അത് മലന്നിടന്ന് നീന്തുന്നു കണ്ട വാസം. ബലിതർപ്പണം കഴിഞ്ഞ് നിൽക്കുന്ന ഭക്തജനങ്ങൾ പാവനാശത്തും പരിസര പ്രദേശങ്ങളിലും കൂട്ടം കൂടി നിൽക്കാതെ തിരിഞ്ഞു പോകണമെന്ന് ബഹുമാനപ്പെട്ട പോലീസ് എവിടെ വന്നേണോ വണ്ടി വിളിച്ചിട്ട് നടന്നു പോകണോ? അപ്പോൾ ഇവിടെ വണ്ടി ഇവിടെ ഒതുക്കി നടന്നു പോകും, അല്ലെങ്കിൽ വണ്ടി വയ്ക്കാൻ പറ്റില്ല. ഇവിടെ അങ്ങോട്ട് ഒതുക്കി അവിടെ ചെന്നിട്ടേ അവിടെ കുറച്ച് പോലീസ് നിൽക്കുന്നുണ്ടല്ലേ, അവിടെ നടന്ന് ഹെലിപ്പാഡ് ചെല്ലും, അവിടെ താട്ട് ഇറങ്ങാം. പതുക്കെ മൊത്തം തൊളിയും വെള്ളവും ബഹളവും. അപ്പോൾ നമ്മളെ വീഡിയോ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോയാണ്. ഇതിൽ പ്രത്യേക ബസ് കാലമൊക്കെ തൊളിയായല്ലേ. തിരിഞ്ഞാൽ നോക്കട്ടെ, തിരിഞ്ഞ് അങ്ങോട്ടേക്കാ. അയ്യോ പോട്ട് വണ്ടി നമ്മളെ വണ്ടി ആയിരിക്കുന്ന വണ്ടി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യുന്നത് വസുവിൻ്റെ തലയിൽ നിന്നാണ്. എന്നാ വസു? നമ്മുടെ ക്യാമറയുടെ ആദ്യത്തെ ടെസ്റ്റ് വ്ളോഗ് വീഡിയോ ആണ്. അത് എന്നെ കൊണ്ടുപോയി എഡിറ്റൊക്കെ ചെയ്ത് പിന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അല്ല ഒരു മാർഗം വെച്ചിട്ട് പെറ്റടിക്കുമെന്ന് അറിയൂടാ. ചെമ്മത്തൂരി ബാഗ് വെച്ചൊക്കെയാണ്. കാരണം 5 ജംഗ്ഷൻ ഇറക്കി വിടുന്നുണ്ടോ? ഇറക്കി വിടുന്നു. റെയിൽവേ ഗേറ്റ് അടച്ച് മാമ നോക്കി കയറണേ. ടീച്ചർ അടുക്കാൻ വയ്യ. ഇപ്പം രാവിലെ ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു. ഫുള്ള് വഴിയല്ലോ.